ഇന്ന് ഒരു യുദ്ധത്തിൻ്റെ കഥ പറയാം. യുദ്ധത്തിൻ്റെ കഥ എന്ന് പറയുമ്പോൾ എല്ലാവരും മഹാഭാരതത്തിലെ ആ നീണ്ടു നിൽക്കുന്ന യുദ്ധമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ അതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള മറ്റൊരു യുദ്ധമാണ് വിരാട യുദ്ധം. അതായത് മഹാഭാരത യുദ്ധം, ആ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ ഏറെക്കുറെ എഫക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യുദ്ധമാണ് ഈ ഒരു വിരാട യുദ്ധം എന്ന് പറയുന്നത്. ഒറ്റയാൾ പട്ടാള കഥകളും അതുപോലെ മഹാരഥന്മാരുടെ കഥകളുമെല്ലാം കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് എക്കാലവും പ്രിയങ്കരമായ മഹാഭാരതത്തിലെ വിരാട യുദ്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ യൂണിയൻ ബജറ്റിൽ മാനുഫാക്ചറിങ് സെക്ടറിന് വേണ്ടിയിട്ട് 11.11 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് അടുത്ത 5 വർഷത്തിൽ നിർമ്മാണ മേഖലയിൽ നല്ല വളർച്ചയായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരവസരം വന്നിട്ടുണ്ട്. PNB മെറ്റ്ലൈഫിൻ്റെ ഭാരത് മാനുഫാക്ചർ ഫണ്ട് NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിക്ഷേപിച്ച പണം പോകാത്ത, എന്നാൽ മാർക്കറ്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു NFO ആണിത്. ഈ മാസം 15-ാം തീയതി വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാനുള്ള അവസരമുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു NFO ആണ് കേട്ടോ. കാരണം ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്ത 2 വർഷത്തിൽ ഡബിൾ ആവാനാണ് പോകുന്നത്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, മറ്റുള്ള മാനുഫാക്ചറിങ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയുടെ അവർലി വേജസ് വളരെ കുറവാണ്. ഈ NFOയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യയുടെ ടോപ്പ് മാനുഫാക്ചറിങ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 2018 ലോഞ്ച് ചെയ്ത മിഡ് ക്യാപ് ഫണ്ട് ഏകദേശം 32.8% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തന്നിട്ടുള്ളത്. ഇനി ഈ വർഷം ഫെബിൽ ലോഞ്ച് ചെയ്ത NFO ആകട്ടെ 5 മാസം കൊണ്ട് 20.8% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. NRI സുഹൃത്തുക്കൾക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പ്രതിമാസം 18,000 രൂപ മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ ഏകദേശം 3 കോടി രൂപ വരെ റിട്ടേൺസ് കിട്ടും. ഈ മാസം 15-ാം തീയതി വരെയാണ് ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമുക്ക് വിരാട യുദ്ധത്തിനെ കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. വിരാട യുദ്ധത്തിന് തുടക്കമിടുന്നത് വിരാടദേശം, അതായത് മത്സ്യദേശത്തിലേക്ക് വന്ന്, ഈ മത്സ്യദേശത്തിലെ രാജാവിൻ്റെ പേരാണ് വിരാട രാജാവ്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിന് വിരാടദേശവും എന്ന് പറയാറുണ്ട്. അപ്പോൾ വിരാടദേശത്തിലേക്ക് കൗരവരും സുശർമാവെന്ന് പറയുന്ന ഒരു രാജാവും കൂടെ വന്നിട്ട് അവിടുത്തെ പശുക്കളെ തട്ടിക്കൊണ്ട് പോകുന്നതിനെ തുടർന്നാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. സുശർമാവും ടീംസും വന്നിട്ട് ഏകദേശം 100,000 പശുക്കളെന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം നല്ല ഗോസമ്പത്ത് അവർക്കുണ്ടായിരുന്നു. അതും ലക്ഷണമൊത്ത ക്വാളിറ്റിയുള്ള പശുക്കൾ. അത്ര എണ്ണത്തിനെയും ഈ സുശർമാവ് പെട്ടെന്ന് വന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ട് പോയെന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗോപാലകന്മാരെ അത്രയും ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ വിരാട രാജാവ് ഈ തട്ടിക്കൊണ്ടുപോയ 100,000 പശുക്കളെയും റിട്രീവ് ചെയ്ത് ആ രാജാവിനെ കീഴ്പ്പെടുത്താൻ പോയ തക്കത്തിന് ഹസ്തിനപുരം, അതായത് കൗരവപക്ഷം വിരാടദേശം ആക്രമിക്കാനായിട്ട് വന്നു. അവിടെ വന്നിട്ട് ബാക്കിയുള്ള 60,000 പശുക്കളെ ദുര്യോധനൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വന്ന് തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഇവർ ഈ രാജ്യം ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിരാടദേശത്തിൽ രാജകുടുംബത്തിലെ അംഗമെന്നുള്ള നിലയ്ക്ക് ആയുധമെടുത്ത് പോരാടാൻ കെൽപ്പുള്ള ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അത് വിരാടൻ്റെ മൂത്ത മകനായിട്ടുള്ള രാജകുമാരൻ ഉത്തരനാണ്. അപ്പോൾ ഉത്തരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, എന്നെക്കൊണ്ട് പോരാടാൻ പറ്റും, എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ ധനുർവിദ്യ അറിയാവുന്നതാണ്. അപ്പോൾ എനിക്ക് വേണേൽ യുദ്ധക്കളത്തിൽ പോയി കൗരവന്മാരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ലക്ഷണമൊത്ത തേരാളിയെ വേണം. തേരാളി ഇല്ലാതെ എങ്ങനെ ഞാൻ രഥത്തിൽ കയറി നിന്ന് പോരാടും എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന സൈരന്ധ്രി എന്ന് പറഞ്ഞൊരു സ്ത്രീ, ദ്രൗപദിയാണ് കേട്ടോ. അപ്പോൾ സൈരന്ധ്രി വന്നിട്ട് ഉത്തരൻ്റെ അടുത്ത് പറഞ്ഞു, ഉത്തര, ബൃഹന്നള എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീവേഷം കെട്ടി നിൽക്കുന്നത് പോലത്തെ പുരുഷനെ പോലെ തോന്നിക്കുന്ന ആ സ്ത്രീ, ബൃഹന്നളയ്ക്ക് വന്നിട്ട് നല്ലതുപോലെ തേരൊടിക്കാനറിയാം പറഞ്ഞ് ഉത്തരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ബൃഹന്നളയ്ക്ക് തേരൊടിക്കാനോ? അവളെൻ്റെ അനിയത്തി ഉത്തരയ്ക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ലേ, ഉത്തരയുടെ തോഴിയല്ലേ, അവളെങ്ങനെ തേരൊടിക്കും? അപ്പോൾ പറഞ്ഞ്, മഹാരഥനായ അർജുനൻ്റെ തേര് കാണ്ഡവദഹന സമയത്ത് ഓടിച്ചിട്ടുള്ള ആളാണ്. എന്നാലും ഒരു യോദ്ധാവായിട്ടുള്ള, ഒരു രാജകുമാരനായിട്ടുള്ള ഞാൻ എൻ്റെ അനിയത്തിയുടെ തോഴിയുടെ അടുത്ത് നിന്നിട്ട്, എൻ്റെ അനിയത്തിയെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളടുത്ത് നിന്നിട്ട് ഒന്ന് തേര് തെളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് ശരിയാണോ? അപ്പോൾ സൈരന്ധ്രി പറഞ്ഞ്, എടോ രാജകുമാരാ, ഞാനൊരു കാര്യം പറയാം. തൻ്റെ അനിയത്തി രാജകുമാരിയുടെ തോഴിയല്ലേ, അനിയത്തിയോട് ഒന്ന് പറയാനായിട്ട്. അങ്ങനെ അനിയത്തിയെടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അനിയത്തി ഉത്തര, അഭിമന്യുവിൻ്റെ വൈഫാവാൻ പോകുന്ന ആൾ. അപ്പോൾ ഉത്തര ചെന്നിട്ട് ഇങ്ങനെ ബൃഹന്നളെടുത്ത് പറഞ്ഞു, ബൃഹന്നളെ ഒന്ന് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകണം, തേരാളിയാവണം, നിന്നെക്കൊണ്ട് പറ്റും. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, കൗരവന്മാരുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള തുണികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, വരുമ്പോഴത്തേക്ക് നല്ല കൊള്ളാവുന്ന തുണികളും കൂടെ നീ കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഭയന്ന ബൃഹന്നള
പതിയെ മന്ദം 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 നടന്ന് ഉത്തരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജകുമാരാ, ഞാൻ എങ്ങനെയാണ് യുദ്ധഭൂമിയിലേക്ക് വരിക? എനിക്കതിനും വേണ്ടി ധൈര്യമൊന്നുമില്ല. ഞാൻ വേണേ യുദ്ധഭൂമിയിൽ വന്നിട്ട് വല്ല നാടകം ചെയ്യുകയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ വല്ലതും ആണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഡാൻസൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരം പറഞ്ഞ്, ഇത് നിൻ്റെ ഡാൻസും നാടകമൊന്നുമല്ല, യുദ്ധഭൂമിയാണ് യുദ്ധഭൂമി. ഏത് വഴി കൂടെ അസ്ത്രം വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെ നീ മഹാരഥനായ അർജുനൻ്റെ തേര് തെളിച്ചോ അതുപോലെ എൻ്റെ തേരും തെളിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ചേലയൊക്കെ ഇങ്ങനെ വെച്ച് പതുക്കെ ഉത്തരൻ്റെ തേരിൽ കയറി ഇവർ നേരെ യുദ്ധഭൂമിയിലോട്ട് ചെന്ന് ഒറ്റയ്ക്ക് വന്ന് കയറി കൊടുത്തേക്കുന്നത് പ്രചണ്ഡമായിട്ടുള്ള ഒരു സൈന്യത്തിൻ്റെ മുന്നിൽ. ആ സൈന്യത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതോ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള യോദ്ധാക്കൾ. അതോടെ ആയപ്പോഴത്തേക്കും നല്ല പോലെ ഭയന്നു. ആര്? ഉത്തരൻ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല ബൃഹന്നളെ, വേഗം തിരിച്ചു വിടൂ. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, എൻ്റെ പൊന്ന് രാജകുമാരാ, നാണം കെടുത്തരുത്. ഈ ദേശത്തിൻ്റെ മൂത്ത സന്തതിയാണ് നിങ്ങൾ, ഒരു അമ്പെങ്കിലും വിട്. പറഞ്ഞ്, എന്നെക്കൊണ്ട് പറ്റൂല, എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. എന്തൊരു പ്രചണ്ഡമായിട്ടുള്ള സൈന്യം, ഇത്രയും വലിയ സൈന്യമായിട്ടൊന്നും ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല. തേരിന്ന് ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങി ഉത്തരൻ ചാടി ഇറങ്ങി ഓടുന്നതിന് മുൻപ് ഈ ബൃഹന്നള എന്ന് പറയുന്ന സ്ത്രീ, ഈ സ്ത്രീ തേരിൽ നിന്ന് ചാടി ഇറങ്ങി. ആ ചാടി ഇറങ്ങിയത് കണ്ടപ്പോഴത്തേക്കും കൗരവപക്ഷത്തിലെ ആളുകളൊന്നും അത്ഭുതപ്പെട്ടു. കാരണം അതൊരു സാധാരണ സ്ത്രീ, ഒരു തോഴി അല്ലെങ്കിൽ ഒരു ഡാൻസർ ചാടുന്ന ചാട്ടമല്ല, അതൊരു ലക്ഷണമൊത്ത പോരാളി ചാടുന്ന ചാട്ടമായിരുന്നു. അയാളുടെ കാല് ഈ ഭൂമിയിൽ പതിച്ചപ്പോൾ, യുദ്ധഭൂമിയിൽ പതിച്ചപ്പോൾ ആ യുദ്ധഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ ദ്രോണാചാര്യർ ശ്രദ്ധിച്ചു. ഈ ഒരു ഉത്തരന് പിന്നാലെ ഈ ഒരു സ്ത്രീ ഓടുന്നത് കണ്ടു. ഓടി ഉത്തരൻ്റെ പിന്നാലെ ചെന്നിട്ട് തിരിച്ച് തേരിലേക്ക് വലിച്ചു കയറ്റി ഈ തേരുമായിട്ടിങ്ങനെ തിരിഞ്ഞു പോണത് കണ്ടപ്പോഴത്തേക്കും കൗരവപക്ഷത്തിലുള്ള സർവ്വ സൈന്യങ്ങളും ചിരിച്ചു. ഉത്തരനെയും കൊണ്ട് ബൃഹന്നള ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോയി, കാട്ടിലുള്ളൊരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക്. അവിടെ എന്തോ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടാൽ ശവം കെട്ടി വെച്ചേക്കുന്നത് പോലെ തോന്നും, പക്ഷേ ശവമല്ല. ഉത്തരൻ്റെ അടുത്ത് പറഞ്ഞു കയറിയത് എടുക്കാൻ. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഞാനെടുക്കത്തില്ല, അത് വൃത്തിയുടെ സംഭവമാണ്, ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൃഹന്നള പറഞ്ഞു, എടോ കയറി എടുക്ക്, അതിൽ ആയുധങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയെടുത്ത് ഈ കെട്ടഴിച്ചപ്പോഴത്തേക്കും ഉത്തരൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അങ്ങനത്തെ ലക്ഷണമൊത്ത ആയുധങ്ങളായിരുന്നു. അങ്ങനെ യുദ്ധഭൂമിയിൽ ദ്രോണാചാര്യർ അവിടെ നിന്നുകൊണ്ട് ഈ യുദ്ധഭൂമിയിലെ ശകുനങ്ങളെല്ലാം വീക്ഷിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അത്രയും നേരവും ശാന്തമായി നിന്നിരുന്ന ആ യുദ്ധഭൂമിയിൽ ആ ഒരു സ്ത്രീ രഥത്തിൽ നിന്ന് കാലെടുത്ത് തറയിൽ കുത്തിയ നിമിഷം മുതൽ ശകുനങ്ങൾ മാറുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അത്രയും നേരവും കാറ്റൊന്നുമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് പൊടി പറക്കുന്ന രീതിക്കുള്ള പൊടിക്കാറ്റ് വരുന്നു. ആ പൊടിക്കാറ്റ് വന്നിട്ട് കൊടുങ്കാറ്റാണോ എന്ന് തോന്നുന്ന രീതിക്ക് ശക്തമായാണ് വീശുന്നത്. അതുപോലെ ദ്രോണാചാര്യർ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ആ നിമിഷം വരെ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്ന ആകാശം ഇരുണ്ട് മൂടുന്നു. ചാരനിറത്തിലുള്ള കാർമേഘങ്ങൾ, ചാരനിറത്തിലുള്ള മേഘങ്ങൾ കൊണ്ട് ആകാശം അത്രയും മൂടി ഇരുട്ടുന്നു. രാവിലെയാണെങ്കിൽ പോലും ഇരുണ്ട് രാത്രിയായി പോയോ എന്ന് തോന്നുന്ന രീതിക്ക് അവിടെ മുഴുവൻ ഇരുണ്ട് മൂടുന്നു. പിന്നീട് ആ ഒരു യുദ്ധഭൂമിയിൽ ശ്മശാന മൂകതയ്ക്ക് തുല്യമായിരുന്നു. കൊടികൾ പറക്കുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് ചെന്നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം. ഇതെല്ലാം കൂടെ കേൾക്കുന്നു. ദ്രോണാചാര്യർ ഇങ്ങനെ ഭയക്കുന്നു. ഇതൊക്കെ ഒരു മഹായുദ്ധത്തിൻ്റെ ശകുനങ്ങളാണ്. പക്ഷെ കൗരവപക്ഷത്തിനതൊരു ദുശകുനമാണെന്ന് ദ്രോണാചാര്യർ മനസ്സിലാക്കിയാണ്. ഈ സമയത്ത് ഉത്തരൻ അവിടെ ആ കെട്ടഴിച്ചു ആയുധങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ആ ആയുധങ്ങളിൽ ഒരായുധം വളരെ ശക്തമായൊരു വില്ലായിരുന്നു. പൊന്ന് കെട്ടിയ ശക്തമായ രണ്ടറ്റം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഭീമാകാര വില്ല്. ആ വില്ലിൽ 100 സ്വർണ്ണ പൊട്ടുകളുണ്ടായിരുന്നു. ലക്ഷണമൊത്ത ആ വില്ല്. ഇത് മനുഷ്യരാരും ഉപയോഗിക്കുന്ന വില്ലല്ലെന്ന് തോന്നിപ്പോകും. കാരണം ആ വില്ലിന് 108 ഞാണുകളുണ്ടായിരുന്നു. അങ്ങനെ ദ്രോണാചാര്യർ ഈ സമയത്ത് അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, ഇത് ഒരു മഹായുദ്ധത്തിൻ്റെ ലക്ഷണമാണ്. ഈ യുദ്ധം കൗരവപക്ഷത്തിന് പരാജയം ഉറപ്പുവരുത്തുന്ന രീതിക്കുള്ള അശുഭമായിട്ടുള്ള ശകുനങ്ങളാണ്. ആ വന്നതൊരു ചില്ലറക്കാരിയായിട്ടുള്ള സ്ത്രീയല്ല. ബൃഹന്നള ആ സമയത്ത് ആ വില്ലിനെക്കുറിച്ച് വർണ്ണിച്ചു തുടങ്ങി. ഇപ്പോൾ ബൃഹന്നളയുടെ ശബ്ദം പതുക്കെ മാറി തുടങ്ങി. ഒരു മുഴക്കമുള്ള ശബ്ദമായി തുടങ്ങി ബൃഹന്നളയുടേത്. പെട്ടെന്ന് തന്നെ ബൃഹന്നള പറയുകയാണ്, ഈ വില്ല് ഇപ്പോൾ ഭൂമിയിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും ലക്ഷണമൊത്ത വില്ലുകളിൽ ഒരെണ്ണമാണ്. ഇത് മഹാരഥനായ അർജുനൻ്റെ വില്ലാണ്. ഇതാണ് ഗാന്ധീപം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അന്തം വിട്ട് കേട്ടിട്ട് വിരാട രാജകുമാരനായിട്ടുള്ള ഉത്തരൻ ബൃഹന്നളയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ സമയത്ത് ദ്രോണാചാര്യർ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ ഏറ്റവും ശക്തമായിട്ടുള്ള വ്യൂഹം നിർമ്മിക്കേണ്ടതാണ്. ഈ സമയത്ത് അത്ഭുതത്തോടുകൂടി ഉത്തരൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു,
പഞ്ചപാണ്ഡവന്മാരുടെ ആയുധത്തെക്കുറിച്ച് ഇത്രയും അറിവുള്ള നീ 10 പേരുകളിൽ അറിയപ്പെടുന്ന വിശ്വപ്രശസ്തനായിട്ടുള്ള യോദ്ധാവായ അർജുനൻ്റെ ഗാന്ധീപത്തെക്കുറിച്ച് അറിവുള്ള നീ ആരാണ്? ഈ സമയത്ത് ദ്രോണാചാര്യർ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ആ വന്നേക്കുന്ന സ്ത്രീവേഷം ധരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയല്ല, അതൊരു പുരുഷനായിരുന്നു. അതൊരു സാധാരണ പുരുഷനല്ല, അതൊരു മഹാരഥനായിരുന്നു. ഈ സമയത്ത് ബൃഹന്നള പറഞ്ഞു, നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ, നീ ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ ഞാൻ ആരാണെന്ന് പറയാം. രാജ്യങ്ങളെയും ധനത്തെയും എല്ലാം ജയിച്ചെടുത്തത് കൊണ്ട് ധനഞ്ജയൻ എന്ന് പേരുള്ളവനും, അതുപോലെ ആരാലും കീഴ്പ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടും എല്ലായിടത്തും ജയം മാത്രം ലഭിച്ചതുകൊണ്ട് വിജയൻ എന്ന് പേരുള്ളവനും, 2 കൈകളിലും ഒരുപോലെ ആയുധങ്ങൾ വഴങ്ങുന്നവനായതുകൊണ്ട് സവ്യസാചി എന്ന് പേരുള്ളവനും, വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ നിന്നുകൊണ്ട് യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ശ്വേതവാഹനൻ എന്ന് പേരുള്ളവനും, ഇതുവരെ ഒരു യുദ്ധഭൂമിയിൽ പോലും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഭീബൽസു എന്ന് പേരുള്ളവനും, ഫാൽഗുണ മാസത്തിൽ ജനിച്ചതുകൊണ്ട് ഫൽഗുണൻ എന്ന് പേരുള്ളവനും, ദേവേന്ദ്രൻ നൽകിയ ദിവ്യമായിട്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്നത് കൊണ്ട് കിരീടി എന്ന് പേരുള്ളവനും, അതുപോലെ കറുത്ത് വെള്ളി പോലെ തിളങ്ങുന്ന ശരീരമുള്ളത് കൊണ്ട് കൃഷ്ണൻ എന്ന് പേരുള്ളവനും, ശത്രുക്കളെ എല്ലാം ജയിക്കുന്നവനായതുകൊണ്ട് ജിഷ്ണു എന്ന് പേരുള്ളവനുമായ ആ മഹാരഥൻ മറ്റാരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അജയ്യനായ മഹാരഥൻ അർജുനനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ അന്തം വിട്ടുകൊണ്ട് താൻ അത്രയും കാലവും ആരാധിച്ചിരുന്ന ആ ഒരു മഹായോദ്ധാവിന് മുന്നിൽ ഉത്തരൻ കൈകൂപ്പി നിന്നു. എന്നിട്ട് ഉത്തരനെ അല്പം മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇന്ന് നീ മഹാരഥനായ അർജുനൻ്റെ സാരഥിയാകാൻ പോവുകയാണ്. യുദ്ധഭൂമിയിലെ രണതന്ത്രം എന്താണെന്ന് ഇന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. എങ്ങനെ ആ മഹാരഥന്മാരെല്ലാവരും എൻ്റെ മുന്നിൽ കീഴടങ്ങുമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. എങ്ങനെ കാലാകാലങ്ങളായി അടക്കി വെച്ചിരുന്ന പ്രതികാരദാഹം അതൊരു യുദ്ധഭൂമിയിൽ വിനാശം സൃഷ്ടിക്കുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ അവിടെ നിന്ന് എണീച്ചു. ഈ സമയത്ത് ദ്രോണാചാര്യർ അവിടെ നിന്നുകൊണ്ട് എല്ലാവരോടും പറയുന്നു, പെട്ടെന്ന് എന്താ പറയുക, വ്യൂഹം തയ്യാറാക്കൂ, നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ. അവിടെ നിന്നുകൊണ്ട് കർണൻ പറയുന്നു, നിങ്ങളെന്തിനാണ് അർജുനനെ ഇങ്ങനെ എപ്പോഴും പൊക്കിയടിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ 16 അംശവും വരത്തില്ലല്ലോ. എവിടെ മുമ്പ് വന്നാൽ എനിക്കവനെ കീഴ്പ്പെടുത്താൻ പറ്റും സുഖമായിട്ട്. ഞാൻ മഹാധനുസും കൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഒരു വിരാട യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആയുധവുമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കർണൻ ധനുസ് ഉയർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം മഹാധനുസ് എടുത്തു എന്നാണ് പറയുന്നത്. മഹാധനുസിൻ്റെ ഞാണൊലി യുദ്ധഭൂമിയിൽ മുഴുവനും കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കർണൻ്റെ മഹാധനുസ് ഏതാണ്? വിജയം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ കർണൻ മിക്കവാറും വിജയധനുസും എടുത്തുകൊണ്ടായിരിക്കണം ഈ ഒരു യുദ്ധത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ മഹാധനുസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കർണൻ പറയുന്നു, എൻ്റെ ഈ മഹാധനുസ് കൊണ്ട് ഞാൻ ഉറപ്പായും അവനെ കീഴ്പ്പെടുത്തും. അവൻ അർജുനനാണെങ്കിൽ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് അർജുനൻ അവിടെ നിന്നുകൊണ്ട് തൻ്റെ കൈകളിലെ വളകൾ എത്രയും ഊരിമാറ്റി. കാരണം എന്താണ്? ഉർവശി ശാപം തീർന്ന സമയമായി. അപ്പോൾ ഉർവശി ശാപം പൂർണ്ണമായിട്ടും അർജുനനെ വിട്ടുപോയി. അങ്ങനെ അർജുനൻ തൻ്റെ കൈകളിൽ നിന്ന് വളകളെല്ലാം ഊരിമാറ്റി നല്ല ചിത്രപ്പണികളൊക്കെയുള്ള ആ ഒരു കാപ്പ്, യോദ്ധാവിൻ്റെ കാപ്പെടുത്ത് കയ്യിലണിഞ്ഞു. എന്നിട്ടൊരു ധനുർധാരി ധരിക്കുന്ന ആ ഒരു കയ്യുറ കയ്യിലെടുത്ത് ഇട്ടു. എന്നിട്ട് ശക്തമായിട്ടുള്ള പടച്ചട്ട ഒന്നുകൂടെ അഴിച്ച് കെട്ടി ദേഹത്തേക്ക് വെച്ചു. എന്നിട്ട് ദേവേന്ദ്രൻ കൊടുത്ത ദിവ്യമായിട്ടുള്ള കിരീടമെടുത്ത് തൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് ആ കിരീടം വയ്ക്കുന്നതിന് മുമ്പ് ഒരു പരിപാടി ചെയ്ത്, കിരീടം വയ്ക്കുന്നതിന് മുമ്പേ തൻ്റെ ചുരുണ്ട് നീളമുള്ള മുടി പിറക്കോട്ട് കെട്ടിയതിന് ശേഷം ഏറ്റവും നല്ല ദിശയിലേക്ക് നോക്കി അവിടെ ഇരുന്ന് മനഃശുദ്ധിയും ഒക്കുന്ന രീതിക്ക് ശരീരശുദ്ധിയും വരുത്തിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് സകലമാന അസ്ത്രങ്ങളെയും അർജുനൻ ധ്യാനിച്ചു. അവിടെ നിന്നുകൊണ്ട് സകലമാന ദിവ്യാസ്ത്രങ്ങളെയും ദിവ്യാസ്ത്രങ്ങളുടെ ദേവന്മാരെയും എല്ലാം അർജുനൻ അവിടെ ഇരുന്നു കൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ചാടി എണീച്ച് ഗാന്ധീവം തൻ്റെ കൈകളിലായി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ യുദ്ധഭൂമിയിൽ സന്നാഹങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ദുര്യോധനൻ പറയുന്നു, പിതാമഹ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വ്യൂഹം നിർമ്മിക്കണം. അപ്പോൾ ഭീഷ്മർ പറഞ്ഞായിക്കോട്ടെ, വ്യൂഹം നിർമ്മിക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് അർജുനനെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാം, എന്താ പറയുക, അജ്ഞാതവാസത്തിലേക്കൊക്കെ വീണ്ടും പറഞ്ഞു വിടാം പാണ്ഡവരെ. അപ്പോൾ ഉടനെ ഭീഷ്മരും, എൻ്റെ മോനെ ദുര്യോധന, നീ പറഞ്ഞു അവനെ വീണ്ടും വനവാസത്തിന് വിടാമെന്ന്. എനിക്ക് സമയത്തെക്കുറിച്ചും വർഷത്തെക്കുറിച്ചും നാഴികയെക്കുറിച്ചും വിനാഴികയെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും എല്ലാം കുറച്ചൊക്കെ അറിയാം. അതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടാണ് അവൻ പുറത്തു വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അജ്ഞാതവാസം ഇല്ല. നമ്മൾ വിരാടനെ പ്രതീക്ഷിച്ചാണ് വന്നേക്കുന്നത്. പക്ഷേ കൊന്നു കൊലവിളിക്കാനായി തീരുമാനിച്ചുറപ്പിച്ചേക്കുന്ന അർജുനനാണ് നമ്മുടെ മുന്നിൽ വന്നേക്കുന്നത്. ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വ്യൂഹം നിർമ്മിക്കാൻ പോവുകയാണ്. വ്യൂഹത്തിൻ്റെ ഫ്രണ്ടിൽ മഹാരഥനായ കർണൻ നിൽക്കട്ടെ. എന്നിട്ട് ദുര്യോധനൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം ദുര്യോധനനും കൂടെ ചേർന്നിട്ട് ഈ നമ്മൾ തട്ടിക്കൊണ്ടുപോകുന്ന അത്ര പശുക്കളുമായിട്ട് നേരെ ഹസ്തിനപുരത്തോട്ട് പോട്ടെ. മറ്റ് സൈനികരെല്ലാവരും ഇവിടെ ശക്തമായി നിലയുറപ്പിച്ചോളൂ. അർജുനൻ ഇവിടെ വരും. ഈ സമയത്ത് അർജുനൻ അവിടെ നിന്നുകൊണ്ട് ഗാന്ധീവം വലിച്ചിട്ട്
ഇങ്ങനെ ഒന്ന് വിടുന്നുണ്ട്. ആയുധമല്ല, ആ ഒരു ഞാൻ വലിച്ചിങ്ങനെ വിടുന്നുണ്ട്. ആ ശബ്ദം ആകാശത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് മാത്രമല്ല, ആ ശബ്ദം കേട്ട് കിളികളൊക്കെ പറക്കുന്നത് കണ്ടു. ആ ശബ്ദം യുദ്ധഭൂമി വരെ എത്തി. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറായിക്കോ. അങ്ങനെ ഞാനുളി കേട്ട സ്ഥലത്തേക്ക് അവർ വീണ്ടും നോക്കിയപ്പോഴത്തേക്കും പൊടിപടലങ്ങളിൽ കൂടെ ഒരു തേര് വരുന്നുണ്ട്. ആ തേരിലെ കൊടിയാകട്ടെ, ആ കൊടിയിൽ ഹനുമാനാണുള്ളത്. ഈ തേര് തെളിക്കുന്നത് ഒരു രാജകുമാരൻ, ഈ തേരിലിരിക്കുന്നതോ ഒരു യോദ്ധാവിന് ചേർന്ന ഗുണങ്ങളോടുകൂടിയ ഒരു മഹായോദ്ധാവ്. ആ മഹായോദ്ധാവിൻ്റെ ഒരു കയ്യിൽ അസാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ലക്ഷണമൊത്ത വില്ല്. അർജുനനെ കണ്ടുടനെ യുദ്ധവെറിയിൽ കർണൻ തൻ്റെ കയ്യിലെ വില്ലുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. കാരണം എന്താണ് അറിയാമല്ലോ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം. തൻ്റെ കയ്യിലുള്ള ആ മഹാധനുസ് എടുത്തിട്ട്, കർണൻ്റെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് വില്ലാണ് വിജയം. അപ്പോൾ മഹാധനുസ് എന്ന് പറയുമ്പോൾ അത് വിജയം തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ശക്തമായിട്ടുള്ള വില്ല് എന്ത് കർണൻ അർജുനനെ എഴുതി തള്ളാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ, ആ ഒരു പോർവെറിയിൽ കർണൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ ഇവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുനൻ്റെ തേര് നേരെ ദിശ മാറിപ്പോവുകയാണ്. കാരണം അർജുനൻ അറിയാം, ഉറപ്പായും തൻ്റെ പിതാമഹൻ ദുര്യോധനനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാറിപ്പോകുന്ന ആ പടയുടെ നടുക്ക് നിൽക്കുന്ന ലക്ഷണമൊത്ത തേര് രാജാവായ ദുര്യോധനൻ്റെയാണ്. അങ്ങോട്ടേക്ക് പോയി. ഇത് കണ്ടുടനെ കർണൻ, ഓ മൈ ഗോഡ്, ഇവനെന്താ അങ്ങോട്ട് പോണേ, കമോൺ, ഇനി കൂട്ടുകാരനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കർണൻ, ഫ്രണ്ടിൽ കർണനല്ലേ, അപ്പോൾ കർണൻ നേരെ തേരെ അങ്ങോട്ട് വിടാനായിട്ട് സിഗ്നൽ ചെയ്തു. അപ്പോൾ കർണൻ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. ഈ ഗ്യാപ്പിൽ അർജുനൻ ആ പോകുന്ന സൈന്യത്തിലേക്ക് ശരവർഷം ചെയ്ത് അവിടെയുള്ള സൈനികരെ ഭൂരിഭാഗം എണ്ണത്തിനെ തീർത്തു. ഇവിടെ അവർക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്കും പടച്ചട്ടയിലേക്ക് കൂരമ്പുകൾ തറയ്ക്കുന്ന ആ ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് കരിമ്പും കാട്ടിലേക്ക് ആന ഇരച്ചു കയറുന്നത് പോലെ അർജുനൻ കയറിപ്പോവുകയാണ് കയ്യിൽ വില്ലുമേന്തിയിട്ട്. അർജുനൻ നിന്ന് വിറയ്ക്കുകയാണ് ആ ദേഷ്യത്തിൻ്റെ പുറത്ത്. അപ്പോൾ ദുര്യോധനൻ ഇത് കണ്ടു. ദുര്യോധനൻ തിരിഞ്ഞിട്ട് അർജുനന് നേരെ ആയുധം പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ദുര്യോധനനെ അർജുനൻ അമ്പെയ്തു. ദുര്യോധനൻ തിരിച്ചു വിട്ടില്ല, നല്ലതുപോലെ തിരിച്ച് ദുര്യോധനനും ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ദുര്യോധനനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സൈനികരെത്തി, ഒരുപാട് യോദ്ധാക്കളെത്തി. വികർണനെ പരാജയപ്പെടുത്തി അർജുനൻ തിരിച്ചു വിട്ടു. അങ്ങനെ തൻ്റെ മുന്നിലെത്തുന്ന ഓരോ യോദ്ധാക്കളെയും അർജുനൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അവിടെ കർണനെത്തി. കർണൻ അർജുനന് നേരെ അമ്പെയ്തു. അർജുനൻ മനസ്സിലാക്കുന്നു, ആ കർണൻ വന്നിട്ടുണ്ട്. കർണൻ്റെ കൂടെ കർണൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. സംക്രമജിത്ത് എന്നാണ് സഹോദരൻ്റെ പേര്. സഹോദരൻ അർജുനന് നേരെ അമ്പെയ്തു. പെട്ടെന്ന് തന്നെ അർജുനൻ ശക്തമായിട്ടുള്ള അമ്പുകളെടുത്ത് തൻ്റെ ഗാണ്ഡീവത്തിൽ കുലച്ച് ഈ സഹോദരൻ്റെ വില്ലുകൾ അറുത്തു കളഞ്ഞു. സഹോദരൻ്റെ തല വെട്ടിക്കളയുകയും ചെയ്തു. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ സഹോദരനെ കൊന്നു കളഞ്ഞത് കണ്ട കർണൻ ദേഷ്യത്തോടു കൂടി അർജുനന് നേരെ ഇരച്ചു കയറുന്നു. ആഹാ, എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ഫൈറ്റ് അല്ലേ. കർണൻ അർജുനന് നേരെ ഒരുപാട് അസ്ത്രങ്ങൾ അയച്ചു. 12 അസ്ത്രങ്ങൾ അയച്ചു. ഈ 12 അസ്ത്രങ്ങളിൽ കുറച്ച് കുതിരകളുടെ ദേഹത്തും അതുപോലെ ഒരസ്ത്രമോ 2 അസ്ത്രമോ വന്നിട്ട് സാരഥിയെയും മുറിവേൽപ്പിച്ചു. ഇത് കണ്ട് സഹിക്കാൻ വയ്യാത്ത അർജുനൻ തൻ്റെ ശക്തമായ ഗാണ്ഡീവത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിവുള്ള തൻ്റെ കൈകൾ കൊണ്ട് ശരവർഷം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒരുപാട് അസ്ത്രങ്ങൾ ചെയ്തു. ഈ അസ്ത്രങ്ങൾ കർണൻ്റെ തേരിലേക്ക് വന്ന് പതിക്കുകയൊക്കെ ചെയ്തു. കർണൻ ഈ അസ്ത്രങ്ങളെല്ലാം അനായാസമായിട്ട് മുറിച്ചിട്ടു. കുറേ അമ്പുകളെല്ലാം അവിടെ നിൽക്കുന്ന സൈനികരുടെ ദേഹത്തും കർണൻ്റെ തേരിലും എല്ലാം വന്ന് പതിച്ചുവെങ്കിലും കർണൻ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റായിട്ട് ആ വന്ന അമ്പുകളെ എല്ലാത്തിനെയും മുറിച്ചു കളഞ്ഞു. കർണൻ തിരിച്ച് അർജുനന് നേരെ ശരവർഷം ചെയ്യുന്നു. അർജുനൻ തിരിച്ച് കർണന് നേരെ ശരവർഷം ചെയ്യുന്നു. ഈ അമ്പുകൾ അത്രയും അതിവേഗത്തിൽ അവർ എഴുതുകൊണ്ടിരിക്കുന്ന ഈ അമ്പുകൾ അത്രയും ആകാശത്തിൽ വന്നിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ആ ശബ്ദത്തിൽ ആകാശത്തിൽ അമ്പുകൾ കൊണ്ടൊരു കാർമേഘമുണ്ടായോ എന്നൊരു സംശയം. അത്രത്തോളം അമ്പുകൾ ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാർമേഘത്തിൻ്റെ ഒരറ്റത്താകട്ടെ സൂര്യനെപ്പോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന കർണൻ, സൂര്യതേജസ്സോടുകൂടി നിൽക്കുന്ന കർണൻ, സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്ന കർണൻ. അവിടെയോ വെളുത്ത വസ്ത്രം ധരിച്ച് ഗാണ്ഡീവവും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അർജുനനാകട്ടെ മഹാദേവൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രക്കല പോലെ തിളങ്ങുന്നു. 2 ഭാഗത്തും സൂര്യചന്ദ്രന്മാർ നിന്ന് പോരടിക്കുന്നത് പോലത്തെ വൈഭവം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീര യുദ്ധം. അങ്ങനെ സൂര്യനെപ്പോലെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന വൈകർത്തനൻ കർണൻ അവിടെ നിന്നുകൊണ്ട് അർജുനന് നേരെ വീണ്ടും അമ്പുകൾ എയ്യുന്നു. അമ്പുകൾ വീണ്ടും അർജുനൻ്റെ തേരിൽ തട്ടുന്നു, സാരഥിയെ മുറിവേൽപ്പിക്കുന്നു, കൊടിയിൽ തട്ടുന്നു. ഇതുകൂടെ ആയപ്പോഴത്തേക്കും അർജുനന് ദേഷ്യം കൂടുന്നു. കർണൻ്റെ പോർവെറി അത്രയും കാലവും അർജുനൻ കൊണ്ടു നടന്ന പ്രതികാരാഗ്നിയോളം വലുതല്ലായിരുന്നു. അർജുനൻ നേരെ കർണന് നേരെ അമ്പുകൾ എയ്തു തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും എയ്യുന്ന അമ്പുകളെല്ലാം കർണൻ്റെ സാരഥിയുടെ ദേഹത്ത് തേരിൽ ഇതിലൊക്കെ തറച്ചു കയറുകയാണ്. എന്നിട്ട് വലിച്ച് വീണ്ടും ശക്തമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അർജുനൻ അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്നു. ശക്തമായിട്ട് വലിച്ചാണ് അമ്പുകൾ ചെയ്യുന്നത്. ഈ കടന്നുള്ള കൈപ്രയോഗം ഉണ്ടല്ലോ, ഈ അമ്പുകൾ അത്രയും കർണൻ്റെ തുടകളിലും കഴുത്തിലും തലയിലുമൊക്കെ കൊണ്ട് നെറ്റിയിലുമൊക്കെ കൊണ്ട് നല്ലപോലെ മുറിഞ്ഞു. അപ്പോൾ ഇത്രയും മുറിഞ്ഞപ്പോഴത്തേക്കും കർണന് നല്ലപോലെ വേദനിച്ചു. അവിടെ നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് കർണൻ അവിടെ നിന്ന് പോയെന്നാണ് പറയുന്നത്.
അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചേ? കൃപാചാര്യരുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നു. കൃപാചാര്യരുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെ ദേവന്മാരെല്ലാം എത്തിയെന്നാണ് പറഞ്ഞത്, ആകാശത്ത് നിന്നുകൊണ്ട് ഈ യുദ്ധം കാണാനായിട്ട്. കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ മഹായോദ്ധാക്കളും കൂടെ ആ യുദ്ധഭൂമിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഗംഭീര യുദ്ധം കാണാം, എല്ലാവരും വന്ന് കാണുകയാണ്. കിരീടി, അതായത് അർജുനൻ അവിടെ നിന്നുകൊണ്ട് കൃപാചാര്യരുമായിട്ട് ഏറ്റുമുട്ടുന്നു. അസ്ത്രത്തിൽ അസ്ത്രം എന്നുള്ള രീതിക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. അസ്ത്രങ്ങൾ എയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൃപാചാര്യർ ഒരുപാട് കടന്ന പ്രയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അർജുനൻ കൃപാചാര്യരുടെ വില്ല് പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ വില്ലിൻ്റെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അത്ഭുതപ്പെട്ടത് ഞാൻ പൊട്ടിച്ചത് കണ്ടിട്ടില്ല. ഈ ഞാൻ പൊട്ടിച്ച് ക്ഷണനേരം കൊണ്ട് കൃപാചാര്യർ അടുത്ത വില്ലെടുത്ത് ഞാൻ കെട്ടി വീണ്ടും തൊടുത്തു. അപ്പോൾ ആ സ്പീഡ് കണ്ടിട്ട് ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. വീണ്ടും അർജുനൻ കൃപാചാര്യരുടെ വില്ല് നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, കൃപാചാര്യരുടെ തേര് നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കൃപാചാര്യർ ഒരു ഗംഭീര ഗതയെടുത്ത് ചുഴറ്റി അർജുനൻ്റെ നേരെ എറിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷോർട്ട് പുട്ട് എറിയുന്ന ആൾക്കാർ ഗത കറങ്ങി വരുന്നത് കണ്ട ആരായാലും പേടിച്ചു. അർജുനൻ തൻ്റെ അസ്ത്രത്തിലുള്ള ജ്ഞാനം വെച്ചിട്ട് ആ ഗതയെയും അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ തേര് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കൃപാചാര്യരെ അവിടെ ബാക്കിയുള്ളവർ വന്ന് രക്ഷിച്ചുകൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൃപാചാര്യർ അവിടെ നിന്ന് പിൻവലിയുകയാണ്. ഞാൻ ഈ കൃപാചാര്യരുടെ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ച കാര്യം എന്തെന്നറിയോ? ദ്രോണാചാര്യരുമായിട്ടാണ് ഇനി അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. അത് കാണേണ്ട കാഴ്ചയാണ്. അർജുനൻ അങ്ങനെ ശരവർഷമേത് എല്ലാവരെയും വീഴ്ത്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദ്രോണാചാര്യരുടെ മുന്നിലെത്തിയപ്പോഴത്തേക്കും അർജുനൻ ഈ ഉത്തരനോട് പറഞ്ഞു, ഉത്തര, ലക്ഷണമൊത്ത ശക്തമായിട്ടുള്ള ചുമന്ന കുതിരകളെ പൂട്ടിയേക്കുന്ന തേര് കണ്ടോ? അതാണ് എൻ്റെ ആചാര്യനായ ദ്രോണരുടെ തേര്. പോയി ആ തേരിനൊരു വലം വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുന്നിലായി എന്നെ കൊണ്ടു നിർത്തിയാലും ഓക്കെ. അങ്ങനെ ഉത്തരൻ ധൈര്യത്തോടു കൂടി തേര് തെളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും അർജുനൻ പല ഡയറക്ഷനിലോട്ട് മാറി അസ്ത്രങ്ങളെയ്ത് അവിടെയുള്ള അത്ര സൈനികരെയും കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, പടക്കോപ്പുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗുരു വേഴ്സസ് ശിഷ്യൻ, ദ്രോണർ വേഴ്സസ് അർജുനൻ ദ്രോണാചാര്യരെ വണങ്ങിയതിന് ശേഷം, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ, ഞാൻ കാലങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മാവൻ ചതിയോടുകൂടി എനിക്ക് തന്നേക്കുന്ന വ്രതം അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നേക്കുകയാണേ. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ, അതിനെന്നെ അനുഗ്രഹിക്കണം. ഞാൻ അങ്ങേക്ക് നേരെ ആദ്യം ആയുധം കൊടുക്കത്തില്ല. അതുകൊണ്ട് ആദ്യം അങ്ങ് എനിക്ക് നേരെ ഒരു അസ്ത്രം എയ്താലും. ദ്രോണാചാര്യർ കേൾക്കാൻ താമസിക്കുന്നു എന്നുള്ള രീതിക്ക് ഒന്നല്ല, ഒരു 20 അമ്പുകൾ അങ്ങോട്ട് ചെയ്ത്. അപ്പോൾ അർജുനൻ, ചേട്ടാ 20 എണ്ണു എന്ന് പറഞ്ഞിട്ട് നേരെ അനായാസമായി 20 എണ്ണത്തിനെയും അർജുനൻ ഡിഫെൻഡ് ചെയ്തു. പിന്നെ അവിടെ അരങ്ങേറിയത് ഗംഭീരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. കാരണം എന്താണ്? 2 പേരും കീർത്തിമാന്മാർ, 2 പേരും മഹാരഥന്മാർ, 2 പേരും സർവശസ്ത്രജ്ഞാനികൾ, 2 പേരുടെയും കീർത്തി ലോകം മുഴുവനും അറിയുന്ന ആളുകൾ. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾക്ക് പിന്നാലെ അസ്ത്രങ്ങളായിട്ട് എയ്തുകൊണ്ടിരിക്കുന്നു. ദ്രോണർ ശരവർഷമെയ്യുന്നു, അർജുനനും ശരവർഷമെയ്യുന്നു. പിന്നെ അങ്ങോട്ട് ശരവർഷമായി ദിവ്യാസ്ത്രമായിട്ടുള്ള ഫൈറ്റായി. അതായത് ദ്രോണരും അർജുനനും തമ്മിൽ ദിവ്യാസ്ത്രങ്ങൾ ചെയ്യുന്നു. എങ്ങനെ? ഐന്ദ്രം, വായവീയം, ആഗ്നേയം, ഇങ്ങനെ മാറി ദ്രോണാചാര്യർ എയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ അതിനൊക്കെ പ്രതിരോധിക്കുന്ന അതേ അസ്ത്രങ്ങൾ അതേ സ്പീഡിൽ തിരിച്ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അർജുനനെ ചില സമയങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിക്കുള്ള കടന്ന പ്രയോഗങ്ങൾ ദ്രോണാചാര്യർ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള അസ്ത്രങ്ങളുണ്ട്. കത്തിയമ്പുകളുണ്ടായിരുന്നു, കൂർത്തമന, അതായത് രോമത്തെ പോലും മുറിക്കാൻ പറ്റുന്ന രീതിക്ക് ഷാർപ്നെസ് ഉള്ള അസ്ത്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നു. ഈ ഉരസുന്ന ശബ്ദം ഇങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കുന്ന രീതിക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവൃത്തി ദ്രോണാചാര്യർ ചെയ്തു. എന്താണ്? ശരവർഷമായിട്ട് അയക്കുമ്പോഴല്ലേ അർജുനൻ അതേപോലെ ശരവർഷം ചെയ്തുകൊണ്ട് ഇങ്ങനെ ദ്രോണാചാര്യരുടെ അസ്ത്രത്തിനെ എതിർക്കുന്നത്. ദ്രോണാചാര്യർ ഇപ്പം എന്ത് ചെയ്തെന്നറിയോ? ഒരസ്ത്രത്തിന് പിന്നാലെ ഒരസ്ത്രമായി കറക്റ്റ് പ്രിസിഷനിൽ ഇങ്ങനെ എയ്ത് വിട്ടുകൊണ്ടിരുന്നു. 2 പേർക്കും കാറ്റുപോലെ സ്പീഡുണ്ട് കൈക്ക്. അപ്പം ആ സ്പീഡിന് ഇവർക്കെടുത്ത് ഇങ്ങനെ തൊടുത്തു വിടാൻ പറ്റും. ദ്രോണാചാര്യർ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീളമുള്ള ഒരൊറ്റ അമ്പ് അർജുനൻ്റെ നേരെ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒരസ്ത്രം അടിച്ച് കളയുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നാലെ അടുത്ത അസ്ത്രം. ഇത് വല്ലാത്തൊരു പ്രയോഗമായി പോയി. അത് ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അയ്യോ, ഇത് ദ്രോണാചാര്യരെ കൊണ്ടേ പറ്റൂ, വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അർജുനൻ മറ്റൊരു കടന്ന പ്രയോഗം നടത്തി. ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അന്തം വിട്ടു. എന്താണ്? അർജുനൻ ഒരു വില്ല് 2 കൈകളിലും ഒരു ആയുധങ്ങൾ ഒരുപോലെ വഴങ്ങൂലേ? അപ്പോൾ ഗാന്ധീപം എടുത്തിട്ട് അർജുനൻ ഇടത്തെ കയ്യിൽ ആദ്യം അമ്പ് വിട്ടു, ചുഴറ്റി വലത്തെ കയ്യിലെടുത്ത് അമ്പ് വിട്ടു, പിന്നെ ചുറ്റി ഇടത്തെ കയ്യിൽ അടുത്ത ഡയറക്ഷനിലോട്ട് തിരിച്ച് വലത്തെ കയ്യിൽ പിടിച്ച് അടുത്ത ഡയറക്ഷനിലോട്ട് ഇങ്ങനെ കറക്കി അർജുനൻ ശരവർഷം ചെയ്തുകൊണ്ടിരുന്നു.
ദ്രോണാചാര്യർ അയക്കുന്ന ഡയറക്ഷനിലോട്ടും അർജുനൻ അമ്പുകൾ വിട്ടു. ഇങ്ങനെ ഒരു കയ്യിൽ നിന്ന് വില്ല് ചുഴറ്റി അടുത്ത കയ്യിൽ കൊണ്ടുവന്ന് അടുത്ത ഡയറക്ഷനിലോട്ടും വിട്ടു. ഇത് ദ്രോണാചാര്യരുടെ തേരുകളിലും ആയുധങ്ങളിലും എല്ലാം തറച്ചു കയറുന്ന കണ്ടപ്പോഴത്തേക്കും കൗരവപക്ഷത്തിലുള്ള ആളുകളൊക്കെ അയ്യോ ദ്രോണാചാര്യരുടെ ദേഹത്താണല്ലോ, ഇതിപ്പോൾ എന്തോ ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ആ സമയത്ത് അവിടെ എത്തി ഈ മഹാഭാരത യുദ്ധത്തിലെ, വിരാട യുദ്ധത്തിലെ ഗംഭീര പെർഫോമൻസ് കാണിച്ച ഒരു യോദ്ധാവ്. ആരാണ്? ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവ്. അവിടെ ആചാര്യപുത്രൻ കൃത്യസമയത്ത് എത്തിയെന്ന് മാത്രമല്ല, അർജുനൻ്റെ മുമ്പ് വേറെ കുറച്ച് യോദ്ധാക്കളുമായിട്ട് വന്നിങ്ങനെ വട്ടം കൂടി നിന്നു. അങ്ങനെ ദ്രോണാചാര്യർ ജീവനതുല്യം സ്നേഹിക്കുന്ന രണ്ടുപേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അശ്വത്ഥാമാവ് അവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും അർജുനന് മനസ്സിലായി ദ്രോണാചാര്യരെ എവിടെ നിന്ന് മാറ്റാനായിട്ടാണ്. അർജുനൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഉത്തരനോട് പറഞ്ഞ് തൻ്റെ തേര് എത്രയോ ഡിസ്റ്റൻസ് പിറക്കോട്ട് കൊണ്ടുപോയി. എന്തിനാണ്? ദ്രോണാചാര്യരുടെ തേരിന് പോവാൻ. ആ ഒരു സ്നേഹം കണ്ടോ ഗുരുവിനോടുള്ള. അത്രയും നേരവും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മുറിവേറ്റ ഗുരു പോകുന്ന സമയത്ത് ബഹുമാനത്തോടു കൂടി മാറി നിന്നു അർജുനൻ. എന്നിട്ട് അശ്വത്ഥാമാവും അർജുനനും കൂടെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. രണ്ട് ഗംഭീര യോദ്ധാക്കൾ, അല്ലേ, രണ്ട് ശക്തർ, രണ്ട് മഹാരഥന്മാർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. പക്ഷെ ഒരൊറ്റ വ്യത്യാസം, നേരത്തെയുള്ള യുദ്ധങ്ങളിൽ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും അതുപോലെ തന്നെ ഈ പടച്ചട്ടയിലേക്ക് അസ്ത്രങ്ങൾ ഇടിച്ചു കയറുന്ന ശബ്ദവുമൊക്കെയാണ് കേട്ടതെങ്കിൽ, അശ്വത്ഥാമാവും അർജുനനും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ അവിടെ കേൾക്കാൻ കഴിഞ്ഞത് വിസ്ഫോടനങ്ങളുടെയും പൊട്ടിത്തെറിയുടെയും ശബ്ദമായിരുന്നു. എല്ലാവരും ഭയന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു വല്ലാത്തൊരു പ്രകടനം അശ്വത്ഥാമാവ് കാണിക്കുകയുണ്ടായി. എന്താണെന്നറിയോ? അശ്വത്ഥാമാവ് നിൽക്കുന്ന ആ ഒരു തേരിലെ കുതിരകളെ അർജുനൻ പേടിപ്പിച്ചു. അപ്പോൾ കുതിരകൾ പേടിച്ചിട്ട് ദിശ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആ തേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാണ്. എന്നിട്ട് അശ്വത്ഥാമാവ് ആ തേരിൽ നിന്നുകൊണ്ട് അർജുനൻ്റെ ഗാന്ധീവത്തിൻ്റെ ഞാണങ്ങോട്ട് മുറിച്ചു. ഇത് കണ്ട അത്ര യോദ്ധാക്കളും അന്തം വിട്ടു പോവുകയാണ്. അവരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് ഭീഷ്മർ, ദുര്യോധനൻ, ദ്രോണാചാര്യർ, കർണൻ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് കൈ കൊട്ടുക, ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. എന്ത് പ്രകടനമാണ് കാണിച്ചത്! കാരണം അങ്ങനത്തെ ഒരു തേരിൽ നിന്നുകൊണ്ട് ഞാൻ മുറിച്ചു. ഇത് കണ്ടിട്ട് അർജുനൻ അങ്ങ് സന്തോഷം വന്നു. അർജുനൻ ബഹുമാനിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് എന്താ പറയുക, ഞാണ് കെട്ടി മുറുക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് അസ്ത്രങ്ങൾ എഴുതി തുടങ്ങി. പിന്നെ അങ്ങോട്ട് അസ്ത്രങ്ങൾ ചെയ്യല. അർജുനനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. എന്തോന്നാണ്? അമ്പൊടുങ്ങാത്ത ആവനാഴി. അശ്വത്ഥാമാവ് തൻ്റെ ആവനാഴിയിലും തേരിലും ഉണ്ടായിരുന്ന അമ്പുകൾ അത്രയും എഴുതി തീർത്തു. ആ കൈവേഗമൊപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ. എന്ത് സ്പീഡിലായിരിക്കുമല്ലേ അശ്വത്ഥാമാവ് അപ്പോൾ ആ ഒരു അമ്പുകൾ ഓരോന്നെടുത്ത് എഴുതുകൊണ്ടിരുന്നത്. കിട്ടിയ ഗ്യാപ്പിൽ പെട്ടെന്ന് സൈനികർ കൂടുതൽ അമ്പുകൾ കെട്ടിക്കൊണ്ട് അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് ഓടി. ഈ സമയത്ത് അവിടെ മറ്റൊരു ശബ്ദം കേട്ടു. കർണൻ തൻ്റെ മഹാധനുസ് എടുത്തിട്ട് ആ മഹാധനുസ് ഒന്ന് ചെറുതായിട്ട് ഞാണൊലി ശബ്ദം ഉണ്ടാക്കി. ആ ഞാണൊലി ശബ്ദം ആ യുദ്ധഭൂമിയിൽ മുഴുവനും കേട്ടു. ഈ ശബ്ദം കേട്ട് അർജുനൻ നേരെ തിരഞ്ഞപ്പോഴത്തേക്കും അർജുനന് മനസ്സിലായി അവൻ എൻ്റെ കൂടെ യുദ്ധം ചെയ്യണം. അപ്പോൾ അശ്വത്ഥാമാവിന് മനസ്സിലായി, ഓക്കെ, ഇനി അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പോരാടണം. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ പുറകോട്ട് പോകണം. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അശ്വത്ഥാമാവ് ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല, അമ്പ് തീർന്നു പോയി. അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം അശ്വത്ഥാമാവ് കാഴ്ചവെച്ചു. അങ്ങനെ അർജുനനും കർണനും നേർക്കുനേർ വീണ്ടും. ഈ സമയത്ത് അർജുനൻ കർണന് നേരെ 16 ഷാർപ്പായിട്ടുള്ള അസ്ത്രങ്ങൾ ചെയ്തെന്നാണ് പറഞ്ഞത്. കർണൻ അതങ്ങ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ഏറ്റുവാങ്ങിയെന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്കൊന്നുമല്ല, നിൻ്റെ കൂടെ ആര് നിന്ന് പോരടിച്ചാലും എനിക്ക് ഭയമില്ല എന്നുള്ള രീതിക്ക് അവിടെ കർണൻ നിന്നു. എന്നിട്ട് കർണൻ വീണ്ടും അസ്ത്രങ്ങളെടുത്ത് തൊടുത്തു. ഇത് അർജുനൻ്റെ തേരാളിയെയും കുതിരകളെയും അർജുനനെയും വീണ്ടും മുറിവേൽപ്പിച്ചു. എന്നിട്ട് കർണൻ്റെ ആവനാഴി കെട്ടി വെച്ചിരിക്കുന്ന ആ കെട്ടിലേക്ക് അർജുനൻ അമ്പെയ്തു. ആ കെട്ടങ്ങ് മുറിച്ചു കളഞ്ഞു. അപ്പോൾ ആവനാഴി ഇപ്പോൾ വീണു. അപ്പോൾ അവിടെ കെട്ടി മാറ്റി വെച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് വീണ്ടും അസ്ത്രങ്ങൾ ചെയ്ത് അർജുനന് നേരെ കർണൻ എയ്തു. ഈ അസ്ത്രങ്ങളെയും അർജുനൻ അതിമനോഹരമായി പ്രതിരോധിച്ചു. കർണൻ പെട്ടെന്നൊരു വേലെടുത്തിട്ട് അർജുനന് നേരെ എറിഞ്ഞു. ആ വേല് അർജുനൻ അമ്പെയ്തുകൊണ്ട് തന്നെ നിഷ്ഫലമാക്കി. വീണ്ടും അർജുനൻ നേരത്തെ കാണിച്ചതുപോലെ ആ ഒരു കടന്ന പ്രയോഗം, ഒരു വലിയ മൂർച്ചയുള്ള അമ്പെടുത്ത് ഗാന്ധീപത്തിൽ വെച്ച് തുലച്ച് അതിൻ്റെ ഞാൻ ചെവി വരെ വലിച്ചു പിടിച്ചിട്ട് എഴുതി വിട്ടുകൊടുത്തു. ഇത് കർണൻ്റെ നെഞ്ച് പിളർന്നു എന്നാണ് പറഞ്ഞത്, മാറ് പിളർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാറ് പിളർന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത്രയും വേദനയുണ്ടായി. അപ്പോൾ ഇത് കർണന് മോഹാലസ്യം ഉണ്ടാക്കുന്ന രീതിക്ക് എഫക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ പെട്ടെന്ന് ആ തേരിൽ കർണൻ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് യുദ്ധഭൂമിയിൽ നിന്ന് റിട്രീറ്റ് ചെയ്യാൻ വഴിയുള്ളൂ. കാരണം മോഹാലസ്യം വന്നാൽ ഉറപ്പായിട്ടും എതിരെ നിൽക്കുന്ന ആളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന്
എന്താ പറയുക, സാരഥിക്ക് നിർദ്ദേശം കൊടുത്ത് കർണൻ അവിടെ നിന്ന് ആ തേരിൽ വടക്ക് ദിശയിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഭീഷ്മരുമായിട്ടുള്ള ഏറ്റുമുട്ടല. ഉത്തരൻ ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള മെയിൻ സൈന്യത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അർജുനൻ പറഞ്ഞു. അപ്പോൾ ഉത്തരൻ നല്ലതുപോലെ ഭയന്നു. കാരണം ഭീഷ്മരുടെ അടുത്തേക്കാണ് പോകുന്നത്. പുള്ളിക്കാരൻ കാണാത്ത യുദ്ധങ്ങളില്ല. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വീണ്ടും ഇയാൾ വിറച്ചു. അയ്യോ, ഇതെന്തൊരു പ്രചണ്ഡ സൈന്യമാണ്, ഈ സൈന്യത്തിനെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ആൾ എന്തോരം ഗംഭീരനായിരിക്കും. അർജുനൻ പറഞ്ഞു, സംശയിക്കേണ്ട, ഗംഭീരൻ തന്നെയാണ്, പക്ഷേ പേടിക്കേണ്ട, ഞാനുണ്ടെന്നും പറഞ്ഞ് നല്ലതുപോലെ മോട്ടിവേഷൻ കൊടുത്തിട്ട് ഒരു രാജാവിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്കും അർജുനനെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തു. അർജുനൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവിനെ കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ദ്രോണാചാര്യർ, ദുര്യോധനൻ, കർണൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തു. അപ്പോൾ കൗരവപക്ഷത്തിലെ മഹാനായിട്ടുള്ള യോദ്ധാക്കന്മാരെല്ലാവരും ഇപ്പോൾ അർജുനനെ വളഞ്ഞേക്കുകയാണേ. ഈ സമയത്ത് അർജുനൻ ഒരു കടന്ന കൈ പ്രയോഗിച്ചു. അർജുനനെടുത്ത് വജ്രം അങ്ങോട്ട് തൊടുത്തു. വജ്രാസ്ത്രം, വജ്രായുധം തൊടുത്തപ്പോഴത്തേക്കും അവിടെ ഒരു ഗംഭീര എഫക്റ്റാണ് ആ സമയത്ത് ക്രിയേറ്റ് ആയത്. ഓൾറെഡി അവിടെ ആകാശം ഇരുണ്ടുമൂടി കിടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ അമ്പുകളും കൂടെ വജ്രാസ്ത്രത്തിൻ്റെ പ്രഭാവം കൂടെ ആയപ്പോഴത്തേക്കും കൂടുതൽ ഇരുണ്ടുമൂടി. അവിടെ ഒരു ഭാഗത്ത് ഈ ഗാണ്ഡീവം പല ദിശകളിലോട്ട് ഇങ്ങനെ അമ്പുകൾ ചെയ്തുകൊണ്ടിരിക്കവേ ആ ഗാണ്ഡീവം ഇങ്ങനെ ഇടിമിന്നൽ തിളങ്ങുന്ന കണക്ക് തെളിഞ്ഞുകൊണ്ടിരുന്നു അർജുനൻ വലിച്ചു വിടുന്നതിനനുസരിച്ച്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം സൈനികർ ഒന്ന് ആലോചിച്ച് നോക്കിയ, യുദ്ധഭൂമിയിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരുണ്ട് നിൽക്കുന്നു, അവിടെ ഇങ്ങനെ ഒരാൾ നിന്ന് അമ്പ ചെയ്യുന്നു, അവിടെ ഇങ്ങനെ തീ കണക്കിങ്ങനെ ലൈറ്റ് ഇങ്ങനെ തെറിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും അല്ലേ? അങ്ങനെ അവരെയൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് അർജുനൻ പ്രതിരോധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരാളെത്തി. വെളുത്ത മുടി, വെളുത്ത താടി, പൊന്നു കെട്ടിച്ച വലിയ വില്ല്, അതുപോലെ നല്ല കുടയൊക്കെയുള്ള ലക്ഷണമൊത്ത ഒരു തേര്. ആ തേരിൽ ഒരാളിരുന്ന് ശംഖ് വിളിച്ചുകൊണ്ട് അർജുനൻ്റെ മുന്നിൽ വലം വെച്ചങ്ങ് കയറി. ആരാണ്? ഭീഷ്മർ. ഭീഷ്മരും അർജുനനും നേർക്ക് നേർ ഒരു ഗംഭീര യുദ്ധം അവിടെ അരങ്ങേറുകയാണ്. അർജുനൻ്റെ മർമ്മം പുലർക്കുന്ന രീതിക്ക് ഭീഷ്മർ അമ്പുകൾ ചെയ്തു. വളരെ എന്താ പറയുക, അനായാസപ്പെട്ട് അർജുനനെ അമ്പുകളെ തടഞ്ഞു. എന്നിട്ട് അർജുനൻ്റെ മേൽക്കൂരയ്ക്ക് നേരെ, ഈ തേരിൻ്റെ മേൽക്കൂരയ്ക്ക് നേരെ ഭീഷ്മർ അമ്പ ചെയ്തു. മേൽക്കൂര തെറിച്ചുപോയി. തിരിച്ചും അർജുനൻ ഇതേ പരിപാടി ഭീഷ്മരോട് ചെയ്തു. ഭീഷ്മരുടെ ആ കൂട അർജുനൻ അമ്പ ചെയ്ത് തെറിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പ്രചണ്ഡമായിട്ടുള്ള യുദ്ധം. ഓരോ അമ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ആ കാറ്റിലൂടെ കൂടെ പോണ ആ ശബ്ദം കേൾക്കാൻ പറ്റും. തമ്മി ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദവും ഇവർ രണ്ടുപേരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ യോദ്ധാക്കൾ അത്രയും കേട്ടോണ്ടിരിക്കുന്നു. അവിടെ നിന്നിരുന്ന ആളുകൾ ആയുധമെല്ലാം നിലത്ത് വെച്ചിട്ട് ഈ ഫൈറ്റ് കണ്ടു തുടങ്ങി. രണ്ട് മനുഷ്യരല്ലാത്ത ആളുകളിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് പോലെ. കാരണം ഇവിടെ സാധാരണ അമ്പുകൾ പ്രയോഗിക്കുന്നത് പോലെ ഭീഷ്മരെടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് ദിവ്യാസ്ത്രങ്ങളാണ്. അർജുനനും അതെ, എന്തൊക്കെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചെന്നറിയോ? പ്രാജാപത്യം, ഐന്ദ്രം, വായവീയം, ആഗ്നേയം, രൗദ്രം, കൗബേരം, വാരുണം, യാമ്യം, അങ്ങനെ ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. ഒരു ദിവ്യാസ്ത്രത്തിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അടുത്ത ദിവ്യാസ്ത്രം കൊടുക്കുന്നു. എൻ്റെ പൊന്നെ, ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. ചില സമയങ്ങളിൽ അർജുനൻ എയ്യുന്ന അമ്പുകൾക്കിടയിൽ ഇങ്ങനെ തൊട്ടില്ല എന്നും പറഞ്ഞാണ് പൊക്കോണ്ടിരുന്നത്. ആ സ്പീഡിന് അർജുനൻ എയ്തുകൊണ്ടിരുന്നു. ഭീഷ്മരും ഒട്ടും പുറക്കോട്ടല്ല. ഇത് കണ്ടിട്ട് മുകളിൽ ദേവതകൾ ഇങ്ങനെ ആകാശത്ത് നിന്നുകൊണ്ട് ഇത് കണ്ടെന്ന് പറഞ്ഞില്ലേ, ദേവേന്ദ്രൻ ഈ ഒരു ഫൈറ്റ് കണ്ടിട്ട് ഭീഷ്മർക്ക് മേലും അർജുനന് മേലും പൂജിച്ച് പുഷ്പവൃഷ്ടി നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനൊരു ഫൈറ്റായിരുന്നു. ഇത്രയും നേരവും കണ്ടതൊന്നുമല്ല ഫൈറ്റ്, ഇതാണ് ഫൈറ്റ്. അങ്ങനത്തെ രീതിക്ക് ഫൈറ്റ്. ഇവരുടെ തേരുകൾ പരസ്പരം നശിപ്പിക്കുന്നു, കൊടികൾക്ക് മേലാക്രമണം. അങ്ങനെ കൊടിയൊന്നും മുറിഞ്ഞു പോയില്ല, പക്ഷേ കൊടികൾക്ക് മേലെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഭീഷ്മരുടെ ഞാണ് പൊട്ടിച്ചു കളയുന്നു അർജുനൻ. പെട്ടെന്ന് ഭീഷ്മർ അടുത്ത വില്ലെടുക്കുന്നു. അടുത്ത വില്ലെടുത്തിട്ട് ഭീഷ്മർ അർജുനൻ്റെ ഇടത്തെ പള്ള നോക്കി അമ്പ ഇതങ്ങ് വിട്ടുകൊടുത്തു. അത് കൊണ്ട് അർജുനന് നല്ലതുപോലെ പടച്ചട്ട ഇട്ടേക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അർജുനൻ്റെ സന്തോഷമായിരുന്നു. എൻ്റെ അപ്പൂപ്പനാണ് എഴുതതേ. അർജുനൻ നേരെ അടുത്ത കത്തിയമ്പ് കൊണ്ട് ഭീഷ്മരുടെ വില്ല് പൊട്ടിച്ച് കളഞ്ഞിട്ട് 10 അമ്പുകൾ ഭീഷ്മരുടെ നെഞ്ചിന് എഴുതി കയറ്റി കൊടുത്ത് ഭീഷ്മർ ബോധം കെട്ട് വീണ്. ഭീഷ്മർ ബോധം കെട്ട് വീണെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ ഇല്ലാണ്ടായി. ഇതിൻ്റെ ഇടയിൽ ഭീഷ്മരെ തേര് പ്രൊട്ടക്ട് ചെയ്യാമെന്ന ആളുകളെയും തേരിൻ്റെ പ്രൊട്ടക്ടേഴ്സിനെ ഒക്കെ അർജുനൻ കൊന്നു. അങ്ങനെ ഭീഷ്മർ ഒരു പിടുത്തം കിട്ടാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കൈ ഉറപ്പിച്ചിങ്ങനെ നിന്നപ്പോഴത്തേക്കും സാരഥിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ആ തേര് സാരഥി തെളിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോയി. പിതാമഹൻ യുദ്ധഭൂമിയിൽ നിന്ന് പുറകോട്ട് പോയത് കണ്ടതോടുകൂടി ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി.
ദുര്യോധനൻ ആർത്തലച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് അർജുനൻ്റെ അടുത്തേക്ക് ഇരച്ചു കയറി വരികയാണ്. ആർത്തലച്ചുകൊണ്ട് ഇരച്ചു കയറിക്കൊണ്ട് വന്നുവെന്ന് മാത്രമല്ല, ദുര്യോധനൻ ഒരമ്പ് വലിച്ചു പിടിച്ച് അർജുനന് നേരെ അയച്ചു. അത് അർജുനൻ്റെ നെറ്റിത്തടത്തിൽ കൊണ്ട് മുറിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുമന്നൊരു കുറി ഇങ്ങനെ ഇട്ടേക്കുന്നത് പോലെ അർജുനൻ്റെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ രക്തം വന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും അർജുനന് വേദനിച്ചു. പക്ഷേ അർജുനൻ അത് ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് വീണ്ടും ദുര്യോധനനും അർജുനനും കൂടെ ഏറ്റുമുട്ടുന്നു. ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടൽ. അപ്പോൾ ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് ചില സമയത്ത് എന്താ പറയുക, യുദ്ധം കൈവിട്ട് പോകുന്നുണ്ടെങ്കിലും വീണ്ടും ധൈര്യത്തിൽ പിടിച്ച് ദുര്യോധനൻ ഫൈറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് വികർണൻ ചേട്ടനെ രക്ഷിക്കാനായിട്ട് ആനപ്പുറത്ത് കയറി അവിടെ എത്തി. കിട്ടി വികർണനും അർജുനൻ്റേന്ന്. അർജുനൻ ഈ സമയത്ത് കണ്ടാലാരും പേടിച്ചു പോകുന്ന രീതിക്കൊരു പ്രയോഗം ആനപ്പടയിൽ നടത്തുകയുണ്ടായി. അവിടെ ആ ആനയ്ക്ക് സംഭവിച്ച കാഴ്ച കണ്ടപ്പോഴത്തേക്കും ദുര്യോധനൻ പേടിച്ചുപോയി. സാരഥിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, പെട്ടെന്ന് സ്ഥലം മാറിക്കോ, ഇവിടെ നിന്ന് മാറി പെട്ടെന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ദുര്യോധനൻ പോയപ്പോഴത്തേക്കും അർജുനൻ പിറക്കെന്ന് വീണ്, ചേട്ടാ ദുര്യോധന നില്ല്, ഇതെവിടെ പോണ്? യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണോ? അല്ല, രാജാവല്ലേ, രാജാവിൻ്റെ സ്വഭാവം കാണിക്ക്, തിരിഞ്ഞു വാ. ദുര്യോധന നിൽക്കുന്നില്ല. പറഞ്ഞ്, നിനക്കാരാ ദുര്യോധന എന്ന് പേരിട്ടത്? ദുര്യോധനത്വം എവിടെ നിനക്ക്? ഇതാണ് നിൻ്റെ ഭയങ്കര ധൈര്യം. ഇതൊക്കെ മഹാഭാരതത്തിലുണ്ട് കേട്ടോ. ഇതൊക്കെ മഹാഭാരതത്തിലുള്ള ഡയലോഗാണ്. പിന്നെ ദുര്യോധന എന്നുള്ളത് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ചേട്ടാ നിൽക്കെന്നും പറഞ്ഞൊക്കെ അർജുനൻ വിളിക്കുന്നുണ്ട്. ചേട്ടാ നിൽക്ക്, ഇങ്ങനെ പോയാലോ? ഭയങ്കര വീമ്പ് കുറച്ചിലൊക്കെ അല്ലായിരുന്നോ? ഞാൻ തന്നെ നിൻ്റെ മുമ്പേ ഉണ്ട്, എന്നെ അങ്ങ് തീർത്തുകളയെന്നല്ലേ വിചാരിച്ചേ? വാ, ഇങ്ങനെ പോയാലാ? രാജാവിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്ക്. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് ആരടാ ഈ പേരിട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൺട്രോൾ പോയി. ദേഷ്യം വന്ന് ദുര്യോധനൻ തേര് തിരിച്ച് അർജുനൻ്റെ നേരെ ഇരച്ച് കയറി വന്നപ്പോഴത്തേക്ക് അർജുനൻ ഒരുമാതിരി വാ കയറി വാ എന്ന് പറഞ്ഞ് അർജുനൻ നിന്നു. അപ്പോൾ ദുര്യോധനൻ്റെ ഈ ധൈര്യത്തിന് പോണത് കണ്ടപ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ധൈര്യം വന്നു. അപ്പോൾ ദ്രോണാചാര്യരും കർണനും അശ്വത്ഥാമാവും ഭീഷ്മരും കൃപാചാര്യരും എല്ലാവരും കൂടെ അർജുനന് നേരെ ദുര്യോധനൻ്റെ കൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അർജുനൻ എന്താ ചെയ്തേ? അർജുനൻ ഇവർക്ക് നേരെ പല ശരങ്ങൾ വിട്ടു. ശരങ്ങൾ വിട്ടതിന് ശേഷം ഇവർ നോക്കി നിൽക്കവേ തൻ്റെ വില്ല് ഒരു കയ്യിൽ നിന്ന് അടുത്ത കയ്യിലേക്ക് മാറ്റി ഇവർ വന്ന വഴികൾ അത്രയും അമ്പ് ചെയ്ത് അടച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ എല്ലാം അമ്പുകൾ കൊണ്ട് ട്രാപ്പ് ഉണ്ടാക്കി വെച്ചു തിരിച്ചു പോകാതിരിക്കാൻ. അപ്പോൾ ആലോചിച്ച് ഇവനെന്ത് ഇങ്ങനെ ചെയ്യുന്നത്? ഭീഷ്മർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ആളുകളെ മോഹിപ്പിക്കുന്നൊരു അസ്ത്രമുണ്ട്. ആ അസ്ത്രം എടുത്ത് അർജുനൻ അങ്ങ് പ്രയോഗിച്ച് ആ അസ്ത്രത്തിൻ്റെ എഫക്റ്റ് ഇതിന് പുറമെ അർജുനൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്തു. ദേവദത്തം എന്ന് പറയുന്ന തൻ്റെ യോദ്ധാവിൻ്റെ ശംഖെടുത്തിട്ട് ഒരു മുഴക്കം അങ്ങ് മുഴക്കി ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലിയും കൂടെ അങ്ങ് കേൾപ്പിച്ചു. ഈ ഒരു അസ്ത്രത്തിൻ്റെ എഫക്റ്റിൽ അവിടെയുള്ള അത്ര സൈനികരും കുതിരകളും ആനകളും പടക്കോപ്പ് നയിക്കുന്ന ആളുകളും യോദ്ധാക്കന്മാരും മഹാരഥന്മാരും എല്ലാവരും അങ്ങോട്ട് മോഹിക്കപ്പെട്ടു ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒരാളൊഴികെ. അപ്പോൾ അർജുനൻ ആ സമയത്ത് ഉത്തര പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. ഉത്തരയെടുത്ത് വല്ലാത്ത വാത്സല്യമാണ് അർജുനന്. അപ്പോൾ ഉത്തര ഒരു കാര്യം പറഞ്ഞായിരുന്നു, കൗരവരുടെ കയ്യിൽ നല്ല വിലമതിക്കാനാകാത്ത നല്ല വസ്ത്രങ്ങളുണ്ട്, ആ വസ്ത്രങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരണേ, ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അർജുനൻ തൻ്റെ ധനുസ് ഒരു കയ്യിൽ നിന്ന് അടുത്ത കയ്യിലേക്ക് മാറ്റിയിട്ട് ഉത്തരൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഉത്തര, കൗരവപക്ഷത്തിലുള്ള എല്ലാവരും ഇപ്പം മോഹപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ നമുക്കൊരു പരിപാടി ചെയ്യണം. നീ പോയി കൗരവരുടെയൊക്കെ നല്ല പട്ടണഞ്ഞിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരണം. അതെല്ലാം നല്ല വസ്ത്രങ്ങളാണ്, നമുക്ക് നിൻ്റെ അനിയത്തിക്ക് കൊണ്ട് കൊടുക്കാം. നീ ചെന്നിട്ട് കൃപാചാര്യരുടെ വെളുത്ത നിറത്തിലുള്ള ആ ഒരു വസ്ത്രവും അതുപോലെ അംഗരാജൻ കർണൻ്റെ അതിമനോഹരമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ആ ഒരു സ്വർണം പോലെ തിളങ്ങുന്ന പട്ടുവസ്ത്രവും അതുപോലെ ദുര്യോധനൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും നീല നിറത്തിലുള്ള വസ്ത്രവും അഴിച്ചെടുത്തുകൊണ്ട് വാ. എൻ്റെ ആചാര്യൻ ദ്രോണരുടെ അടുത്ത് പോലും പോകരുത്, തുട പോലും ചെയ്യരുത്, അദ്ദേഹത്തെ ആ ഒരു ബഹുമാനത്തിൽ തന്നെ നിർത്തിയേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇദ്ദേഹം നമ്മുടെ ഉത്തരം ചോദിക്കുമ്പോൾ ഭീഷ്മരുടെയോ അടുത്തോട്ടറിയാതെ പോലും പോകരുത്, പുള്ളിക്കാരൻ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, ഈ അസ്ത്രം ചെറുതായിട്ട് പോലും ഏറ്റിട്ടില്ല, കാരണം സർവ്വ അസ്ത്രജ്ഞാനിയാണ്, അസ്ത്രങ്ങൾ ഉണ്ടാകുന്ന എഫക്റ്റ് വരെ തിരിച്ചറിയാൻ പറ്റുന്ന ആളാണ്, ഒരു ബോധവും പോവാതെ നിൽക്കുകയാണ്, അങ്ങോട്ട് അടുത്തോട്ട് നിന്നാൽ കൈ വലിച്ച് വിട്ട് തന്നാൽ നീ ബോധം കിട്ടി കിടക്കും, അതുകൊണ്ട് വഴി മാറി കറങ്ങിപ്പോണം, ഭീഷ്മർ നിൽക്കുന്ന തേരിൻ്റെ അടുത്തുനിന്ന് കറങ്ങി മാറി വേണം പോകാൻ എന്ന് അർജുനൻ പറയുന്നുണ്ട്. അങ്ങനെ പോയി അവരുടെയൊക്കെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ആ വസ്ത്രമായിട്ടാണ് അർജുനൻ തിരിച്ച് വിരാടദേശത്ത് പോയത്. പോകുന്നതിന് മുമ്പ് ആ യുദ്ധഭൂമിയിലേക്ക് നോക്കി തേര് നിർത്തിയിട്ട്
താൻ അവിടെ നിന്ന് കൊണ്ടുവന്ന 60,000 പശുക്കളെ അവിടെ നിരത്തി നിർത്തി, അവിടെ ഒരു ഭാഗത്തോട്ട് മാറ്റി നിർത്തി തൻ്റെ ദേവദത്തമെന്ന് പറയുന്ന ശംഖ് എടുത്തിട്ട് വീണ്ടും മുഴക്കി. ആ ശംഖിൻ്റെ ശബ്ദം കേട്ട് അവരെല്ലാവരും കൂടെ തലപൊക്കി നോക്കിയപ്പോഴത്തേക്കും അർജുനൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇവരെല്ലാവരും വസ്ത്രമൊക്കെ പോയി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അർജുനൻ വീണ്ടും ഗാന്ധീവം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് വലിച്ചൊരു ശബ്ദവും ഉണ്ടാക്കി. ആ ശബ്ദം വീണ്ടും അവിടെ മുഴക്കി. അർജുനൻ തൻ്റെ വിജയം അവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട എന്നിട്ട് അർജുനൻ എന്ത് ചെയ്തു? അർജുനന് മനസ്സിലായി ഇവരെല്ലാവരും തിരിച്ചു പോകാൻ പോവുകയാണ്. തിരിച്ചു പോകാൻ പോയപ്പോഴത്തേക്കും അർജുനൻ അമ്പുകൾ കൊണ്ട് തൻ്റെ പ്രായത്തിന് മുതിർന്ന ആചാര്യന്മാരെ ഭീഷ്മരെയും അർജുനൻ അമ്പുകൾ കൊണ്ട് പ്രണമിച്ചു. അമ്പ് ചെയ്ത് അവരുടെ മുമ്പേ ഇങ്ങനെ തറപ്പിച്ച് പ്രണമിച്ചു. ഈ പറയുന്ന ദുര്യോധനനും തന്നെക്കാട്ടി മൂത്ത ചേട്ടനാണല്ലോ. ദുര്യോധനനെ എങ്ങനെ പ്രണമിച്ചെന്നറിയോ? അമ്പെടുത്ത് ദുര്യോധനൻ്റെ കിരീടത്തിലോട്ട് എഴുതങ്ങ് വിട്ടുകൊടുത്തു. അങ്ങനെ ദേഷ്യം വന്ന് ദുര്യോധനൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഭീഷ്മരുടെ അടുത്ത് പറഞ്ഞു, അവൻ എന്തിനാ മാറിപ്പോയിക്കുന്നേ, അവനെ നമുക്ക് തീർക്കണം. അപ്പോൾ ഉടനെ ഭീഷ്മർ ദുര്യോധനൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വീര്യമൊക്കെ ഇത്രയും നേരം എവിടെ പോയേക്കായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. അവനവിടെ ബോധം കെടുത്തി തുണി പറിച്ചെടുത്തപ്പോഴൊന്നും വീര്യമില്ലായിരുന്ന. സ്നേഹം കൊണ്ട് പറയാണ്, മോനെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിന്നാൽ നിൻ്റെ ശവമായിരിക്കും എനിക്ക് കൊണ്ടുവേണ്ടി വരുന്നത്. ബാ തിരിച്ചു പോവാം. അങ്ങനെ ഭീഷ്മർ പറഞ്ഞത് കേട്ടിട്ട് ബാക്കി എല്ലാവരും, ഭീഷ്മർ ഇതല്ല ഒരു വലിയൊരു പ്രസംഗം അവിടെ ചെയ്യുന്നുണ്ട്. പ്രസംഗമല്ല, എക്സ്പ്ലനേഷൻസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോന്ന് കാരണങ്ങൾ എന്തൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ചു പോകണമെന്ന്, ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് അവർ തിരിച്ചു പോകുന്നു. അർജുനൻ വിരാട യുദ്ധത്തിലൊരു 1 man ഷോ കാണിച്ച് അത്ര പേരെയും ജയിച്ച് ഒറ്റയ്ക്ക് ആ മഹായോദ്ധാവ്, ആ മഹാധനുർധാരി മഹാരഥൻ തിരിച്ച് വിരാടദേശത്തിലേക്ക് പോയി. സംഭവ ബഹുലമായിട്ടുള്ള വിരാട യുദ്ധം ഇതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഇവരുടെ ഒരു NAV എന്ന് പറയുമ്പോഴത്തേക്കും വെറും 10 രൂപയാണ്. ഈ മാസം 15-ാം തീയതി വരെയാണ് ഈ NFOയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ